ഞാൻ മാനേജ് ചെയ്യും, എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിർത്തി, പിന്നെ വീഡിയോ എടുക്കാൻ വരെ നിർത്തിയത്. ഓക്കെ, അപ്പോൾ എന്തായാലും ഒരുപാട് നേരം നിൽക്കുന്നില്ല, നമുക്ക് ജസ്റ്റ് യാത്ര കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ നമ്മൾ യാത്ര തുടങ്ങിയിട്ട്, അതായത് പാങ്ങിൽ നിന്ന് ലേയിലേക്കുള്ള യാത്ര തുടങ്ങിയിട്ട് കുറച്ച് ദൂരമായി, ഏകദേശം ഒരു 10 കിലോമീറ്റർ ഓടിയപ്പോൾ കണ്ടൊരു കാഴ്ചയാണ്. കിലോമീറ്ററുള്ള ആരുമില്ല. നല്ല രസമുണ്ട് ആക്ച്വലി. ഇവിടെ നല്ല തണുപ്പാണ്. ഇത് ഡെസേർട്ടാണ്. ഇപ്പോൾ നമ്മൾ ഇവിടെ വീണ്ടും നിർത്തി. കുറച്ച് ദൂരം വന്നതിന് ശേഷം ഇവിടെ ഒരു ബ്ലാക്ക് ടീ കുടിക്കാനായിട്ട്. ആക്ച്വലി കിലോമീറ്ററോളം ആരും ഇല്ലായിരുന്നേ. ഈ കാണുന്ന രീതിയിലായിരുന്നു റോഡൊക്കെ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് വന്നിട്ട് നമ്മൾ ഇങ്ങോട്ടേക്ക് പോവാണ്. അവിടെ കുറച്ച് ദൂരം മാറിയിട്ട് ട്രക്ക് നിർത്തിയിട്ടുണ്ട്. ചെക്ക് പോസ്റ്റ് ആണോന്ന് അറിയില്ല. ചായ ഓർഡർ ചെയ്തിട്ട് പുറകിലോട്ടൊന്ന് മുള്ളാൻ വന്നയാ. ഞാനിത് ഇവിടുത്തെ മിക്കയിടത്തും നമ്മുടെ സൈഡിൽ നിന്ന് കിട്ടുന്ന കല്ലുകളില്ലേ, ആ കല്ലുകൾ വെച്ചിട്ടാണ് ഇവർ ഈ ബിൽഡിങ്സ് എല്ലാം പണിയുക, അതും ചെളിയും വെച്ചിട്ട്. ഇവിടെ ബ്ലാക്ക് ടീ വന്നിട്ട് വ്ളോഗ് ഉണ്ട്. അപ്പോൾ നമ്മൾ വെൽക്കം ടു ലേ ബോർഡ് കഴിഞ്ഞ് വന്നപ്പം കണ്ടൊരു റിവറാണിത്. എനിക്ക് തോന്നുന്നു പലരും റീൽസിലൊക്കെ ചെയ്യുന്ന, അതായത് വ്ളോഗേഴ്സൊക്കെ റീൽസിലൊക്കെ ഇട്ടിട്ടുള്ള ഒരു പാലമാണെന്ന് തോന്നിയത്. ഇവിടെ നല്ല തണുപ്പുണ്ട്, അതേപോലെ തന്നെ മനോഹരമായൊരു വ്യൂ ഉണ്ട്. ഇപ്പോൾ ഇവിടുന്ന് ഏകദേശം ലേ 54 കിലോമീറ്റർ ഉണ്ട് ലേ സിറ്റിയിലോട്ട്. പക്ഷേ ഇവിടെ ഇപ്പം വെൽക്കം ടു ലേ എന്നൊരു ബോർഡ് കണ്ടു. അപ്പോൾ എനിക്ക് തോന്നുന്നു ടെക്നിക്കലി ഇവിടെ നിന്നൊരു ലേ ആണ്. നമ്മളിപ്പോൾ ലഡാക്ക് കഴിഞ്ഞു, ലേ ആണ് ഇനി അങ്ങോട്ടേക്ക്. അപ്പോൾ എന്തായാലും ഇവിടുത്തെ ആംബിയൻസ് എന്ന് പറഞ്ഞാൽ ഒന്നും പറയാമല്ലോ കേട്ടോ. ഇതൊക്കെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഈ റൂട്ടൊക്കെ വന്നിരിക്കണം. ഹലോ എവരിവൺ, പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വ്ളോഗ് നിർത്തിയ അതേ സ്ഥലത്ത് തന്നെയാണ്. മണാലിയിൽ നിന്ന് ലേയിലേക്ക് പോകുന്ന 3ാമത്തെ പാർട്ടാണിത്. ഞാനിപ്പോൾ പാങ്ങിനാണുള്ളത്. ഇവിടെ വെച്ച് അറിയാം, ഞാൻ കഴിഞ്ഞ വ്ളോഗ് ഓൾറെഡി പറഞ്ഞു, ഇവിടെ വരാൻ ഒരു 1.5-2 മിനിറ്റ് ഞാൻ ഛർദ്ദിക്കാൻ തുടങ്ങിയത്. വൈകിട്ട് 5 മണിയൊക്കെ ആയപ്പോൾ ബ്ലഡ് ഛർദ്ദിക്കാൻ തുടങ്ങി. അങ്ങനെ തലയൊക്കെ ഭയങ്കര വേദന. ഒരുവിധം ഞാൻ ഇന്നലെ രാത്രി ഇവിടെ എത്തി ഇവിടെ മലയാളത്തിനെ കണ്ടു. ഞങ്ങൾ ആർമി ഹോസ്പിറ്റലിൽ പോയി 2 ട്രിപ്പും 2 ഇഞ്ചക്ഷനും ഒക്കെ എടുത്തു. അതിനുശേഷം കുറച്ച് ഓക്കെ ആയി. ഇപ്പോൾ എനിക്ക് ചെറിയൊരു തലവേദന ഉണ്ട്, എന്നാലും ഞാൻ ലേയിലേക്ക് പോവാണ്. കാരണം ഇവിടെ ഏത് സമയം വേണമെങ്കിലും ഇവിടെ ക്ലോസ് ആവും. കാരണം ഇവിടുത്തെ സീസൺ കഴിഞ്ഞ് ക്ലോസിങ് ടൈമാണ്. ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന ദിവസം ഒക്ടോബർ 17-നാണ്. അപ്പോൾ ഇവിടെ ഏകദേശം എല്ലാം ക്ലോസ് ആയി. റിസ്ക് ആണ് ഇനി പോകുന്നതെന്ന് അറിയാം, എന്നാലും ഞാൻ ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് അങ്ങോട്ടേക്ക് പോവാം. അപ്പോൾ എന്തായാലും ഇവിടെ നല്ലൊരു ഹോസ്പിറ്റലാണ് കിട്ടിയത്. ഞാൻ സ്റ്റേ ചെയ്ത റൂമാണ് ആ പുറകെ കാണുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടുന്ന് ലേയിലേക്കുള്ള യാത്ര കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇതാണ്. പാങ് ടു ലേയിൽ ഇന്ന് എത്തുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പം എന്തായാലും നമുക്കിവിടുന്ന് ഇറങ്ങാം. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ, ഞാനിവിടുന്ന് പല്ലൊന്നും തേച്ചില്ല കേട്ടോ. ബാത്റൂമിൽ പോയത് തന്നെ ഒരുപാട് ബുദ്ധിമുട്ടിയാണ്. അവസാനം ടിഷ്യൂ പേപ്പർ വെച്ചാൽ അഡ്ജസ്റ്റ് ചെയ്തത്. അത് കാരണം ഇവിടെ വെള്ളം എടുക്കും. ഞാൻ ചൂടുവെള്ളം എടുത്തിട്ട് ബാത്റൂമിൽ പോയി ജസ്റ്റ് ബാത്റൂമിലോട്ട് കയറിയ വളരെ ഐസായി. കാരണം ഇവിടെ ഇപ്പോൾ -9 ഇപ്പോഴത്തെ ടെമ്പറേച്ചർ. അപ്പോൾ എന്തായാലും നമുക്കിവിടുന്ന് ഇറങ്ങാം, ലേയിലേക്കുള്ള യാത്ര കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് നമ്മുടെ വണ്ടി ഓണാക്കി ഇട്ടേക്കുക. ആക്ച്വലി വൈപ്പർ ഫ്ലൂയിഡൊക്കെ ഫ്രീസ് ആയിപ്പോയി കേട്ടോ. നമ്മൾ റേഡിയേറ്റർ കൂളൻറ്റ് ആൻറ്റി ഫ്രീസ് ഇട്ടുകൊണ്ട് കുഴപ്പമില്ല, വണ്ടി സ്റ്റാർട്ടാക്കി ഇട്ടേക്കുക. അപ്പോൾ വേണമെങ്കിൽ എല്ലാ വണ്ടിയും സ്റ്റാർട്ടാക്കി റേസ് കൊണ്ടിരിക്കുക. ഇച്ചിരി ടൈം റേസ് ചെയ്താൽ മാത്രമേ ഓക്കെ ആവും. നമ്മുടെ വണ്ടി ഇപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ട് 5 മിനിറ്റായി. ജസ്റ്റ് ഒന്ന് കാണിച്ച് അവിടെ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് എങ്ങനെയാണ് കാര്യങ്ങളെന്ന്. ഞാനിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ പോവാം. अच्छा थैंक यू, वो तो करना पड़ेगा। ओके सर, बाय बाय, आराम से जाओ, ठीक है? हाँ भैया, ओके। बाय अम्मा। बाय। नेक्स्ट टाइम मैं मनाली से ले जाएगा, बिल्कुल इधर आएगा. അപ്പോൾ നമ്മൾ യാത്ര തുടങ്ങിയിട്ട്, അതായത് പാങ്ങിൽ നിന്ന് ലേയിലേക്കുള്ള യാത്ര തുടങ്ങിയിട്ട് കുറച്ച് ദൂരമായി, ഏകദേശം ഒരു 10 കിലോമീറ്റർ ഓടിയപ്പോൾ കണ്ടൊരു കാഴ്ചയാണ്. കിലോമീറ്ററോളം ആരുമില്ല. നല്ല രസമുണ്ട് ആക്ച്വലി. ഇവിടെ നല്ല തണുപ്പാണ്. ഇത് ഡെസേർട്ട് ടൈപ്പാണ്. ലൈക്ക് എക്സാക്ട്ലി ഡെസേർട്ട് ടൈപ്പാണിത്.
നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് നിർത്തി കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. അപ്പോൾ എന്തായാലും ജസ്റ്റ് ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ. ഇത് കണക്കാനാണ് ഇനി അങ്ങോട്ടേക്ക് കുറേ ദൂരം ഉള്ളത്. ജസ്റ്റ് ഒന്ന് കാണിച്ചെന്ന് മാത്രം. അപ്പോൾ നമുക്ക് ലേയിലേക്കുള്ള യാത്ര കണ്ടിന്യൂ ചെയ്യാം. കാത്തിരുന്നു കണ്ണു കഴച്ചു പാട്ടുകൊണ്ട് പേരെടുത്തു സഖിയെ വിളിച്ചു. അപ്പോൾ നമ്മൾ ഇവിടെ വീണ്ടും നിർത്തി. കുറച്ച് ദൂരം വന്നതിന് ശേഷം ഇവിടെ ഒരു ബ്ലാക്ക് ടീ കുടിക്കാനായിട്ട്. ആക്ച്വലി കിലോമീറ്ററോളം ആരും ഇല്ലായിരുന്നേ. ഈ കാണുന്ന രീതിയിലായിരുന്നു റോഡൊക്കെ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് വന്നു. വന്നിട്ട് നമ്മൾ ഇങ്ങോട്ടേക്ക് പോവാണ്. അവിടെ കുറച്ച് ദൂരം മാറിയിട്ട് ട്രക്ക് നിർത്തിയിട്ടുണ്ട്. ചെക്ക് പോസ്റ്റ് ആണോ എന്നറിയില്ല. അപ്പോൾ എന്തായാലും ഞാനൊരു ബ്ലാക്ക് ടീ പറഞ്ഞിട്ടുണ്ട്. ബ്ലാക്ക് ടീ വാങ്ങിയിട്ട് നമുക്ക് കുടിച്ചിട്ട് പോവാം. ഒരു ഇച്ചിരി ചൂടുവെള്ളം കുടിക്കണം. ചെറുതായിട്ട് തലവേദന കൂടിക്കൂടി വരുന്നുണ്ട്. ആൾട്ടിറ്റ്യൂഡ് സിക്നസിൻ്റെ ടാബ്ലറ്റ് ഞാൻ എടുത്തു. എന്നാലും തലവേദന ഉണ്ട്. അപ്പോൾ ഇച്ചിരി വെള്ളം കൂടുതൽ കുടിക്കാം. ചായ ഓർഡർ ചെയ്തിട്ട് പുറകിലോട്ടൊന്ന് മുള്ളാൻ വന്നയാ. ഞാനിത് ഇവിടുത്തെ മിക്കയിടത്തും നമ്മുടെ സൈഡിൽ നിന്ന് കിട്ടുന്ന കല്ലുകളില്ലേ, ആ കല്ലുകൾ വെച്ചിട്ടാണ് ഇവർ ഈ ബിൽഡിങ്സ് എല്ലാം പണിയുക. അതും ചെളിയും വെച്ചിട്ട് നല്ല രസമുണ്ട്. ഇപ്പം ബാക്കിലത്തെ ഈ ഒരു കാഴ്ചയാണ് ഈ കാണുന്നത്. എന്നാൽ ഞാൻ ഫ്രണ്ടിലോട്ട് പോവാം. എനിക്ക് ശ്വാസം എടുക്കാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ട്. എന്നാലും ഞാൻ മാനേജ് ചെയ്ത് പോവും. നമ്മുടെ വണ്ടിയോടെ കിടപ്പുണ്ട്. ഇവിടെ ബ്ലാക്ക് ടീ വന്നിട്ട് വ്ളോഗ് ഉണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ ഇവിടെ നിന്ന് ചായ വന്നിട്ട് കുടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അവിടെ ആക്ച്വലി ചെക്ക് പോസ്റ്റ് അല്ല, അവിടെ വണ്ടി ഡാമേജായി നിർത്തിയേക്കുക. അപ്പോൾ ഈ വണ്ടിക്കാരവരെ സഹായിക്കുന്നുണ്ട്, ഈ വരുന്ന വണ്ടിക്കാർ, അങ്ങ് കിടക്കുന്ന വണ്ടിയെ. അപ്പോൾ ഇവിടെ 2-3 വണ്ടികളും നിർത്തി. അപ്പോൾ ഞാൻ വിചാരിച്ചു ചെക്ക് പോസ്റ്റാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇവിടുത്തെ ഈ ഒരു ഞാൻ മനസ്സിലുള്ള നമുക്ക് ഈ ഒരു ചായ കുടിച്ചിട്ട് മൂവ് ചെയ്യാം. അപ്പോൾ ഇവിടെ നിന്ന് കട്ടൻ ചായ കുടിച്ചു. ആക്ച്വലി ആ ഫ്രണ്ടിൽ കാണുന്ന ലേക്കാണ് കേട്ടോ. അത് മഴ പെയ്യുന്ന ആ സമയത്തൊക്കെ ലേക്കായി മാറും. അപ്പോൾ ഇവിടെ നിന്നൊക്കെ ഇഷ്ടംപോലെ വണ്ടികൾ പോകുന്നുണ്ട്. നമുക്കെന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങാം. ഞാൻ ബാലൻസിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ബാലൻസ് ഇട്ടിട്ട് നമ്മൾ ഇവിടെ ഇറങ്ങും. അപ്പോൾ ഇറങ്ങി വേണം നമുക്ക് യാത്ര കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് കുറച്ചുകൂടി മുന്നോട്ട് വന്നു. ഇനി ഇവിടെ നിന്ന് ഏകദേശം 90 കിലോമീറ്ററാണ് ലേയിലേക്കുള്ളത്. അപ്പോൾ നമ്മൾ ലഡാക്ക് എത്തി കേട്ടോ. ആക്ച്വലി ആൾക്കാർ ലഡാക്കാണ് വരുന്നത്. ഞാൻ ലഡാക്കിലാണ് പോകുന്നത്. അതുകൊണ്ടാണ് എനിക്ക് ഫ്രീയായി വന്നതും. കാരണം ആൾക്കാർ ആക്ച്വലി ജമ്മു കാശ്മീർ പോയിട്ട് അവിടെ നിന്ന് ശ്രീനഗർ, കാർഗിൽ വഴി ലേ വന്നിട്ട് ലേന്ന് ലഡാക്ക് പോകാറാണ് പതിവ്. അപ്പോൾ എന്തായാലും ഞാൻ ഈ ഏരിയ ഒന്ന് കാണിച്ചു. ഇവിടെ ആരുമില്ല. അവിടെ ഒരു ലേക്ക് ഉണ്ട്, അത് ഫ്രോസണാണ്. ബ്രീത്തിങ് ഡിഫിക്കൽട്ടി ഇപ്പോൾ നന്നായിട്ടുണ്ട്. ഞാൻ മാനേജ് ചെയ്യും, എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിർത്തി, പിന്നെ വീഡിയോ എടുക്കാൻ വരെ നിർത്തിയത്. ഓക്കെ, അപ്പോൾ എന്തായാലും ഒരുപാട് നേരം നിൽക്കുന്നില്ല. നമുക്ക് ജസ്റ്റ് യാത്ര കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, വണ്ടി കയറുമ്പോൾ ഒരിത്തിരി ആശ്വാസം. കാരണം വെളിയിൽ ഭയങ്കര തണുപ്പാണ്. വണ്ടി കയറുമ്പോൾ ഒരിച്ചിരി ചൂടുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് യാത്ര കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ കുറച്ചുകൂടി ലഡാക്കി മുന്നോട്ട് വന്നോടെ ഒരു ബ്ലാക്ക് ടീ വീണ്ടും കുടിക്കുകയാണ്. എനിക്ക് നല്ല രീതിയിൽ തലവേദനയുണ്ട്. ശ്വാസം ഓക്കെ, പക്ഷേ തലവേദന ഭയങ്കരമായിട്ട് കൂടുന്നുണ്ട്. അപ്പം എന്തായാലും ഒരു ബ്ലാക്ക് ടീ പറഞ്ഞിട്ടുണ്ട്. ഇച്ചിരി വെള്ളവും കുടിച്ചിട്ട് ഇവിടെ നിന്ന് മൂവ് ചെയ്യാം. ഇനിയിപ്പം ലേ ഇവിടെ നിന്ന് 87 കിലോമീറ്ററാണ്. എത്രയും പെട്ടെന്ന് ലേ എത്തട്ടെ. ലേ എത്തിയ പാടെ ഒരു ഉറക്കമുണ്ട് എനിക്ക്. അപ്പോൾ ഒരു ചൂട് കട്ടൻ ചായ കുടിച്ച് ലഡാക്കിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. വണ്ടിയോടെ കിടപ്പുണ്ട്. ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു ഇന്നത്തെ തന്നെ 14ാമത്തെ കട്ടൻ കണ്ട. ഇറങ്ങുന്നതിന് മുമ്പ് അവിടുന്ന് തന്നെ 4 കുടിച്ചു. പിന്നെ വീഡിയോയിൽ കാണിക്കാത്ത മിക്കയിടത്തും ഞാൻ നിർത്തിയാണ് വന്നത്. എന്തായാലും നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഈ കട്ടൻ കുടിച്ചിട്ട് കണ്ടിന്യൂ ചെയ്യാം.
ഇപ്പോൾ ഇവിടുന്ന് ഏകദേശം ലേ 54 കിലോമീറ്റർ ഉണ്ട് ലേ സിറ്റിയിലോട്ട്. പക്ഷേ ഇവിടെ ഇപ്പം വെൽക്കം ടു ലേ എന്നൊരു ബോർഡ് കണ്ടു. അപ്പോൾ എനിക്ക് തോന്നുന്നു ടെക്നിക്കലി ഇവിടെ നിന്നൊരു ലേ ആണ്. നമ്മളിപ്പോൾ ലഡാക്ക് കഴിഞ്ഞു, ലേ ആണ് ഇനി തൊട്ട് ഇനി അങ്ങോട്ടേക്ക്. അപ്പോൾ എന്തായാലും ഇവിടുത്തെ ആംബിയൻസ് എന്ന് പറഞ്ഞാൽ ഒന്നും പറയാമല്ലോ കേട്ടോ. ഇതൊക്കെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഈ റൂട്ടൊക്കെ വന്നിരിക്കണം. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതാ ഈ കാണുന്ന ഈ ഒരു ഇത് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയാണ്. ഇത് അപ്പുറത്ത് കാണുന്നുണ്ടോ, അതൊരു അരുവിയാണ്. നല്ല രസമുണ്ടാണ്, നല്ല സൗണ്ടും ഉണ്ട്. ജസ്റ്റ് നല്ല തണുപ്പ് കേട്ടോ, ഇവിടെ സഹനീയായ തണുപ്പുണ്ട്. ഞാൻ എന്തായാലും തിരിച്ച് പെട്ടെന്ന് വണ്ടിയിലോട്ട് കയറുക. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു എന്ന് മാത്രം. അപ്പോൾ എന്തായാലും നമുക്ക് വണ്ടിയിലേക്ക് കയറാം. കയറിയിട്ട് ഇവിടുന്ന് ലേയിലേക്കുള്ള യാത്ര കണ്ടിന്യൂ ചെയ്യാം. ഇതിപ്പം ടെക്നിക്കലി നമ്മൾ ലേ കയറുന്നെങ്കിലും ലേയിന് 54 കിലോമീറ്ററാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ നമ്മൾ വെൽക്കം ടു ലേ ബോർഡ് കഴിഞ്ഞ് വന്നപ്പം കണ്ടൊരു റിവറാണിത്. എനിക്ക് തോന്നുന്നു പലരും റീൽസൊക്കെ ചെയ്യുന്ന, അതായത് വ്ളോഗേഴ്സൊക്കെ റീൽസൊക്കെ ഇട്ടിട്ടുള്ള ഒരു പാലാണെന്ന് തോന്നിയത്. ഇവിടെ നല്ല തണുപ്പുണ്ട്, അതേപോലെ തന്നെ മനോഹരമായൊരു വ്യൂ ഉണ്ട്. മൊത്തം മഞ്ഞ കളറിലെ ഒരു ചെടിയാണിത്. ഇതിൻ്റെ ലീഫ് മഞ്ഞ കളറാണ്, നല്ല രസമുണ്ട് കാണാനായിട്ട്. രണ്ട് സൈഡ് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കാണാനായിട്ട് നല്ല രസമുണ്ട്. അപ്പോൾ ഒന്ന് ജസ്റ്റ് കാണിച്ചാൽ നമ്മൾ വണ്ടിയോടെ നിർത്തിയിട്ടേക്കുക. ഇവിടെ തിരക്കില്ലാത്തതുകൊണ്ടാണ് പാലത്തിൻ്റെ ഇപ്പുറത്ത് നിർത്തിയിട്ട് കേട്ടോ. അപ്പോൾ നല്ല രസമുണ്ട് ഇത് കാണാനായിട്ട്, ഈ ഒരു ഏരിയ. അപ്പോൾ എന്നിട്ട് നമുക്ക് വൈകുന്നില്ല, നമുക്ക് ലേയിലേക്ക് യാത്ര കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ കുറച്ചുകൂടി മുന്നോട്ട് നമ്മൾ കണ്ട ആ ഒരു വെള്ളത്തിന് തന്നെ, അതായത് ആ ഒരു പാലത്തിൽ നമ്മൾ കണ്ടില്ലേ, അതിൻ്റെ മറ്റൊരു സൈഡാണിത്. എന്ത് ഭംഗിയാണെന്ന് അറിയാം. പുറകിൽ സ്നോ കവേർഡ് മൗണ്ടൻസ്, അതിൻ്റെ മുന്നിലായിട്ട് സാധാ മല, അവിടെ നിന്നായി ഇങ്ങനെ ഒഴുകി പോകണം. എന്ത് ഭംഗിയുണ്ടെന്നറിയോ, ഒരു രക്ഷയില്ല. പിന്നെ നമ്മുടെ വണ്ടി ഈ കാണുന്ന ഡെസേർട്ടഡ് ഏരിയ കൂടെ ഓടിയാണ് ഇവിടെ എത്തിയത്. ഞാനത് ദൂരെ നിന്ന് കണ്ടു, അപ്പോൾ എനിക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റുമെന്ന് തോന്നി, അങ്ങനെ എടുത്തിട്ട് വന്നതാണ്. ഇതെല്ലാം മണ്ണിടിച്ചിലേക്ക് ഉണ്ട് കേട്ടോ. വണ്ടി എഡ്ജിൻ്റെ മാക്സിമം കൊണ്ടുവരാൻ തന്നെ ഫ്രണ്ടിൽ കൊണ്ടുവന്നിട്ടേക്കുക. അപ്പോൾ എന്തായാലും ഈ ഒരു ഏരിയയും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ലേയിലേക്ക് പോവാം. ഞാൻ ആക്ച്വലി ഭയങ്കര സാഹസികമായിട്ട് ഇപ്പോൾ സ്ഥലത്തോട്ട് വന്നത്. ഇവിടെ ആക്ച്വലി വിടവാണ് കണ്ടോ, ഫുൾ വിടവാണ് അവിടം വരെ. അപ്പം ഞാൻ ഈ വിടവിൽ കൂടി ഒക്കെ ഇറങ്ങി സാഹസികമായിട്ടാണ് ഇപ്പുറത്തോട്ട് വന്നത്. ഈ വീഡിയോ കാണുമ്പോൾ ചെറിയൊരു ഇതായിട്ടായിരിക്കും തോന്നുന്നത് അല്ലേ, ചെറിയൊരു ഇതായിട്ടായിരിക്കും തോന്നുന്നത്. പക്ഷേ ശരിക്കും നല്ലൊരിതുണ്ട്. ഓക്കെ, നമ്മുടെ വണ്ടി, നമുക്ക് നമ്മുടെ യാത്ര കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ നമ്മുടെ വണ്ടിയിലിരുന്നുള്ളൊരു വ്യൂ ആണ് ഈ കാണുന്നത്. നമ്മൾ യാത്ര തിരിക്കാൻ പോവാണ്. ഏറ്റവും ഫ്രണ്ടിൽ കൊണ്ട് വന്നാണ് നമ്മൾ വണ്ടി ഇട്ടേക്കുന്നത്, വക്കത്ത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടുന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് തിരിച്ചു പോവാം. അങ്ങനെ ഇപ്പോൾ ഇവിടെ എത്തിയപ്പോൾ ഒരു വെൽക്കം ടു ലേ UT ലഡാക്ക്, അതായത് യൂണിയൻ ടെറിട്ടറി ലഡാക്ക് ബോർഡ് വെച്ചിട്ടുണ്ട്. വലിയൊരു ബോർഡ്, ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അത് വണ്ടി നിർത്താൻ പറ്റില്ല, കാരണം ഇത് വണ്ടി നിർത്താൻ പറ്റുന്ന സ്ഥലമാണ്.
ഉണ്ടോ, വെൽക്കം ടു UT ലേ ലഡാക്ക്. അപ്പോൾ നമ്മൾ ഇത്രയും നേരം ലഡാക്കിൻ്റെ ഏരിയസിലാണ് വന്നത്. അതേപോലെ തന്നെ ലേയിലെ ബോർഡർ കയറിയിട്ട് കുറച്ച് ദൂരമായി. ഇനിയിപ്പോൾ നമുക്ക് ഇവിടുന്ന് പ്രോപ്പർ ലേ കിലോമീറ്റർ ഏകദേശം 8 കിലോമീറ്റർ ആണ്. അപ്പോൾ എന്തായാലും നമുക്ക് ലേയിലെത്തിയിട്ട് അവിടെ എവിടെയെങ്കിലും റൂം എടുക്കാം. എന്നിട്ട് നാളെ കർദുംല പോകാനുള്ള പാസ്സൊക്കെ എടുക്കണം. അങ്ങനെ നമ്മൾ ലേ എത്തി. ഇത് ലേ ആണ്. ലേയിലിപ്പം ഞാനൊരു ഓൺലൈൻ വഴി ഒരു റൂം ബുക്ക് ചെയ്തു. ആക്ച്വലി എൻ്റെ ഒരു സീനിയർ സുജിത് ഏട്ടൻ പുള്ളി എനിക്കൊരു സ്റ്റേ പറഞ്ഞു തന്നു. പക്ഷെ ഞാൻ തപ്പിയിട്ട് കിട്ടിയില്ല. കിട്ടില്ലെന്നല്ല, ആക്ച്വലി ഞാൻ ആ ഏരിയയിലോട്ട് പോകുന്നതിനെക്കാട്ടും മുമ്പേ ഇപ്പോൾ തൊട്ടടുത്തായി. ഇപ്പോൾ ഈ മേഘ്മ ട്രിപ്പിൽ കയറി നോക്കിയപ്പം തൊട്ടടുത്തൊരു റൂമുണ്ട്. അപ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ എന്താ പറയുക, ഈ ഒരു ഏരിയയിൽ നിന്ന് നമുക്ക് 2 കാര്യങ്ങളാണ്. ഒന്ന്, ഒരു സിം എടുക്കുക. രണ്ടാമത്തെ കാര്യം പെർമിറ്റ് എടുക്കുക. അപ്പോൾ ഇത് രണ്ടിനും ഇന്ന് പോകണം. പിന്നെ അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ ഇവിടെ എത്തിയപാടെ ക്ലൈമറ്റ് വെയിലാണ്. പക്ഷേ മേളിൽ ചെറിയൊരു മേഘങ്ങളൊക്കെ കയറി കൊള്ളുന്നുണ്ട്. നമുക്ക് റൂമിലെത്തിയിട്ട് വ്ളോഗ് എൻഡ് ചെയ്യാം. അങ്ങനെ ഞാനിപ്പം ജസ്റ്റ് റൂമിലെത്തിയതേ ഉള്ളൂ. ഇപ്പം ലേയിലെത്തി. എൻ്റെ ആരോഗ്യം ഇച്ചിരി മെച്ചപ്പെട്ടിട്ടുണ്ട്. തലവേദനയൊക്കെ ഇച്ചിരി കുറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ ഇവിടെ വന്നപാടെ ഫുഡായിട്ട് മാഗി മാത്രമേ ഉള്ളൂ. ഓക്കെ, എന്തെങ്കിലും ആവട്ടെന്ന് ചോദിച്ചാൽ മാഗി മതി എന്ന് പറഞ്ഞു ഫുഡായിട്ട്. ഞാൻ ഇവിടെ ജസ്റ്റ് വെളിയിലത്തെ വ്യൂ എന്ന് കാണിച്ചത്. അപ്പോൾ എൻ്റെ റൂമിൽ നിന്നുള്ളൊരു വ്യൂ ആണ് ഈ കാണുന്നത്. അവിടെ മഞ്ഞ് മൂടിയ മല, അതായത് മേൽവശത്ത് മാത്രം മഞ്ഞ്. നമ്മളിലെ ചില ഫോട്ടോയിലൊക്കെ കാണല്ലേ. പിന്നെ താഴെ നമ്മുടെ വണ്ടി കിടപ്പുണ്ട് കേട്ടോ. ഇതൊരു ഗാർഡൻ വ്യൂ ആണ്. ഗാർഡനോട് ചേർന്ന് നമ്മുടെ വണ്ടി കിടപ്പുണ്ട്. അപ്പോൾ അങ്ങനെ ലേയിലേക്കുള്ള ഈ ഒരു യാത്ര നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിശ്വസിച്ച്, എസ്പെഷ്യലി നമ്മൾ വന്ന ആ റോഡൊക്കെ. അപ്പോൾ എന്തായാലും മറ്റൊരു വ്ളോഗായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.